ഹലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെമസ്റ്റർ ബി എഡിൻ്റെ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നുള്ള 2025 ഏപ്രിലിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ, അതായത് ലാസ്റ്റ് ഇയർ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് 40 മാർക്സിനാണ് ഈ സെമസ്റ്ററിലെ എല്ലാ എക്സാമും, അതായത് 5 സബ്ജക്ട്സിൻ്റെയും എക്സാം 40 മാർക്സിനാണ്. അപ്പോൾ ആദ്യം വരുന്ന പാർട്ട് എയിൽ ഏകദേശം 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതെല്ലാം തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കാരണം ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 2 മാർക്സ് ആയിട്ട് വേണേലും ചോദിക്കാം. അപ്പൊ നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതാം. 1 മാർക്കിന് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് തോന്നുന്നോ അത്രയും ഇതിൽ നിന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ഇപ്പൊ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നുള്ള പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക്. വാട്ട് ഈസ് ജെൻഡർ സെൻസിറ്റിവിറ്റി? അതായത് ലിംഗ സംവേദനക്ഷമത എന്താണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ അവയർനെസ്, അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റെസ്പെക്ട് ഫോർ ജെൻഡർ ഡിഫറൻസസ്, എൻഷുറിംഗ് ഇക്വാലിറ്റി, fairness and non-discrimination in attitudes, behaviors and practices in society and education. അതായത് ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് ഉണ്ടാവുക, ഒരു ബോധവൽക്കരണം നടത്തുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ജെൻഡർ ഡിഫറൻസസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതും അതിനെ റെസ്പെക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ ഇതിലൂടെ നമ്മൾ എന്തൊക്കെ ഉറപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ഉറപ്പാക്കുന്നുണ്ട്, ഫെയർനെസ് ഉറപ്പാക്കുന്നുണ്ട്, അതുപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ, ഒരിക്കലും വേർതിരിവ് നമ്മളവിടെ കാണിക്കുന്നില്ല. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലും എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും നടക്കുന്ന പ്രാക്ടീസസ്, ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ്സ് ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള നോൺ ഡിസ്ക്രിമിനേഷനോ ഇക്വാലിറ്റിയോ ഫെയർനെസ്സോ ഇല്ല എന്ന് ഉറപ്പാക്കുകയും ജെൻഡർ ഡിഫറൻസുകളെ കുറിച്ച് ആളുകളെ മനസ്സിലാക്കുകയും ബോധവൽക്കരിക്കുകയും അതിനോടൊരു റെസ്പെക്റ്റ് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെൻഡർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മെൻഷൻ എനി 2 ബാരിയേഴ്സ് ദാറ്റ് പ്രിവെന്റ് ഗേൾസ് ഫ്രം അസസിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കമ്പയർഡ് ടു ബോയ്സ്. അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നതിൽ നിന്നും ബോയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെൺകുട്ടികളെ പ്രിവെന്റ് ചെയ്യുന്ന ഏതെങ്കിലും 2 ബാരിയേഴ്സ് അല്ലെങ്കിൽ എന്ത് 2 പ്രധാനപ്പെട്ട തടസ്സങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള 2 മേജർ ബാരിയേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഫാമിലീസ് where boys education is given priority especially in poor households. അതായത് തീർത്തും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾക്ക് ബോയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ അത്ര പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ആ ഒരു തരത്തിലുള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് such as early marriage and household responsibilities which limit girls' opportunities to attend school. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ പല സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മുൻപ് തന്നെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, ഇത് പലപ്പോഴും കുട്ടികൾക്ക് സ്കൂൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. Give an example of how gender biases in school curricula show gender stereotypes. അതായത് സ്കൂൾ കരിക്കുലത്തിൽ തന്നെ ചിലപ്പോൾ പല ജെൻഡർ ബയസസ് വിച്ച് മീൻസ് ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള മുൻവിധികൾ ഉണ്ടാവാം അല്ലെ. അപ്പോൾ അത് എങ്ങനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ, അതായത് ജെൻഡർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള ആ സ്റ്റീരിയോ ടൈപ്സിനെ എങ്ങനെയാണ് കാണിക്കുന്നത് സ്കൂൾ കരിക്കുലത്തിൽ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ജെൻഡർ ബയസസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പലപ്പോഴും പോർട്രേ ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മെന്നിനെ അല്ലെങ്കിൽ പുരുഷന്മാരെ പ്രൊഫഷണൽസും ലീഡേഴ്സും ഡിസിഷൻ മേക്കേഴ്സും ഒക്കെ ആയിട്ട് കാണിക്കുകയും അതേസമയം തന്നെ വുമൺ ആർ ഷോൺ ആസ് ഹോം വർക്കേഴ്സ് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ ദേ ആർ ഡൂയിങ് കുക്കിംഗ്, ക്ലീനിങ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നതായിട്ടും കാണിക്കുന്നു. അപ്പൊ ഇത് റീഇൻഫോഴ്സ് ചെയ്യുന്നത് എന്തിനെയാണ്? ട്രഡീഷണൽ ജെൻഡർ സ്റ്റെരിയോ ടൈപ്സിനെയാണ് ഇത് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. ഹൗ ഡസ് കൾച്ചർ ഇൻഫ്ലുവൻസ് ദ പെർസെപ്ഷൻ ഓഫ് ജെൻഡർ റോൾസ് ഇൻ സൊസൈറ്റീസ്? കൾച്ചർ എങ്ങനെയാണ് സൊസൈറ്റിയിലുള്ള ജെൻഡർ റോൾസിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർസെപ്ഷനെ, അതിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൾച്ചറാണ് എന്തിനെയൊക്കെ ഷേപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബിലീഫ്സ്, വാല്യൂസ്, ട്രഡീഷൻസ് ആൻഡ് നോംസ്. അതായത് ബിലീഫ്സ് നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ പാരമ്പര്യത്തെ, അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ. നോംസ് മീൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് കൾച്ചറാണ്.
അതാണ് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നത്? എക്സ്പെക്റ്റഡ് റോൾസ്. അതായത് ഒരാൾ എന്താവണം, എങ്ങനെയാവണം തുടങ്ങിയിട്ടുള്ള എക്സ്പെക്റ്റഡ് റോൾസ്, ബിഹേവിയേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോത്ത് മെൻ ആൻഡ് വുമൺ. സ്ത്രീകളും പുരുഷന്മാരും എന്തൊക്കെ തരത്തിലുള്ള ബിഹേവിയർ ആയിരിക്കണം, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആവണം, എക്സ്പെക്റ്റഡ് റോൾസ് ആവണം. ഇത് പലപ്പോഴും എന്തിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്? ജെൻഡർ ഇൻഇക്വാലിറ്റീസിനെയും സ്റ്റീരിയോ ടൈപ്സിനെയും റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഹൗ ഡു ജെൻഡർ സ്റ്റീരിയോടൈപ്സ് അഫക്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്? ഒരാളുടെ മാനസികാരോഗ്യത്തിനെയും അതിന്റെ വെൽബീങ്ങിനെയും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ബാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി തരാം, ലോ സെൽഫ് എസ്റ്റീം തരാം, ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് തരാം, അതുപോലെ തന്നെ ഇമോഷണൽ പ്രഷർ തരാം. അപ്പൊ പലപ്പോഴും ഇൻഡിവിജ്വൽസ് എന്തിന് വിധേയപ്പെടും? ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു കൺഫേം ടു സോഷ്യലി ഡിഫൈൻഡ് റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അതായത് ഇപ്പോൾ മെയിൽ ആയിട്ടോ ഫീമെയിൽ ആയിട്ടോ ജനിച്ച ഒരാൾ, അയാളുടെ ജെൻഡർ ഐഡന്റിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഒരിക്കലും ചിലപ്പോൾ അയാൾക്ക് ആ ഐഡന്റിറ്റി ആണ് എന്നുള്ളത് ലോകത്തിനോട് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്തരത്തിലുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ, സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ കാരണം സമൂഹം എന്താണോ പറയുന്നത് അത്തരത്തിലുള്ള റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ റാഡിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഫെമിനിസം? അപ്പം നമ്മുടെ സിലബസിൽ ഫെമിനിസത്തിന് രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റാഡിക്കൽ, അടുത്തത് ലിബറൽ. അപ്പൊ എന്താണ് റാഡിക്കൽ ഫെമിനിസം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ലിബറൽ ഫെമിനിസം എന്താണെന്നുള്ളത്. ചിലപ്പം നെക്സ്റ്റ് എക്സാമിന് അതായിരിക്കും ചോദിക്കുക, ലിബറൽ ഫെമിനിസം. അപ്പൊ റാഡിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത് പാട്രിയാർക്കി, പുരുഷാധിപത്യം അല്ലെങ്കിൽ മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൂട്ട് കോസ് ഓഫ് ജെൻഡർ ഇൻഇക്വാലിറ്റി. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് പാട്രിയാർക്കിയാണ്. ആൻഡ് ഇറ്റ് കോൾസ് ഫോർ എ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് പവർ റിലേഷൻസ് ടു അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി. അതായത് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ ബേസിക് റീസൺ പാട്രിയാർക്കിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചേഴ്സിലും പവർ റിലേഷനിലും കാര്യമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ വരണം ഇഫ് യു വാണ്ട് ടു അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസം പറയുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ലിബറൽ ഫെമിനിസം എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിബറൽ ഫെമിനിസം പറയുന്നത് മെൻ ആൻഡ് വുമൺ ദേ ഷുഡ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഈ ഫെമിനിസത്തിൽ ഈ ഫണ്ടമെന്റൽ, ഇത് നമ്മൾ എപ്പോഴും പറയൂലേ, ഏത് പ്രശ്നത്തിനും അതിൻ്റെ ഒരു റൂട്ട് പ്രോബ്ലം ഉണ്ടാവും. അതായത് നമ്മൾ പറയും ഒരു രോഗത്തിനെ ചികിത്സിക്കുന്നതിനേക്കാളും നമ്മളെപ്പോഴും ഒരു രോഗത്തിനെയാണ് ചികിത്സിക്കുക, ആ രോഗ കാരണത്തിനെ ആയിരിക്കില്ല ചികിത്സിക്കുന്നുണ്ടാവുക. അപ്പൊ അതേപോലെ തന്നെ എല്ലാ പ്രശ്നത്തിനും ഒരു റൂട്ട് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ബേസിക് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നത്തിനെ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പറയുന്നത്. കാരണം അവർ പറയുന്നത് പാട്രിയാർക്കി ആണെന്നുള്ളതാണ്. പക്ഷെ ലിബറൽ ഫെമിനിസം എന്താണ് വിശ്വസിക്കുന്നത്? മെൻ ആൻഡ് വുമൺ ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം സൊസൈറ്റിയിൽ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ലീഗൽ സിസ്റ്റത്തിലൊക്കെ കൊടുക്കണം. അവർ പാട്രിയാർക്കി എന്നുള്ള ഒരു ഇഷ്യൂനെ അഡ്രസ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് എല്ലാവരുടെയും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിലൂടെ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലിബറൽ ഫെമിനിസം വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ആണ് റാഡിക്കൽ ഫെമിനിസവും ലിബറൽ ഫെമിനിസവും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ടേംസ് ജെൻഡർ ആൻഡ് സെക്സ്. ജെൻഡർ ആൻഡ് സെക്സ് ഈ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സെക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ആണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ക്രോമസോംസ്, ഹോർമോൺസ്, ഇതെല്ലാം മെയിൽ ആൻഡ് ഫീമെയിൽസിൽ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡിഫറൻസസിനെയാണ് സെക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നാച്ചുറൽ ആണ്, ഫിക്സ്ഡ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യലി കൺസ്ട്രക്റ്റഡ്, അതായത് സമൂഹത്തിൽ നമ്മുടെ റോൾസ്, ബിഹേവിയേഴ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഫിക്സ് ചെയ്ത് മെന്നിനും വുമണിനും ഒരു സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്, കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചേഞ്ചസ് വരുന്നുണ്ട് അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് ഓവർ ടൈം. അതായത് പല കാലഘട്ടത്തിൽ പല കൾച്ചറിൽ ഇത് മെൻ ആൻഡ് വുമണിന് കൊടുത്തിട്ടുള്ള റോൾസും ബിഹേവിയേഴ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പൊ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആണ്, ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആണ് എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് യു ക്യാൻ ഗോ ത്രൂ. So how can the distribution of responsibilities to the students in schools impact
ജെൻഡർ ഐഡന്റിറ്റീസ്. അതായത് നമ്മൾ സ്കൂൾസിൽ കുട്ടികൾക്ക് പല റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. അപ്പോൾ അത് പലപ്പോഴും ജെൻഡർ ബേസ്ഡ് ആണെങ്കിൽ അത് ജെൻഡർ ഐഡന്റിറ്റിയെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, അങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ the distribution of responsibilities in schools play an important role in shaping gender identities. ജെൻഡർ ഐഡന്റിറ്റീസ് ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മുൻപോട്ട് വെക്കുന്നതെങ്കിൽ ഈക്വലി ആയിരിക്കണം ഇത് ഷെയർ ചെയ്യുന്നത് among all students. എങ്കിൽ മാത്രമാണ് അവിടെ ഇക്വാലിറ്റി, കോൺഫിഡൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ ഓൾ റോൾസ് ഫോം ചെയ്യുള്ളൂ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. ഇപ്പൊ ചില ടാസ്കുകൾ നമ്മൾ ഈ ട്രഡീഷണൽ ജെൻഡർ സ്റ്റെരിയോ ടൈപ്സ് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലീഡർഷിപ്പ് റോൾസ് ഒക്കെ ബോയ്സിന് കൊടുക്കുന്നു, ക്ലീനിങ് ഡ്യൂട്ടി ഒക്കെ ഗേൾസിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ജെൻഡർ ബയസ്, ജെൻഡറിനെ കുറിച്ചുള്ള ഒരു മുൻവിധിയെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുകയും കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ അബിലിറ്റീസ്, അവർക്ക് എന്തൊക്കെ കഴിവുകളാണ് എന്നുള്ളതിനെ കുറിച്ച് അവരുടെ ഒരു കാഴ്ചപ്പാടിനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Therefore, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവ് ആൻഡ് ഈക്വൽ ജെൻഡർ ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Next question, 9th question for 2 marks. Mention the role of school administration in developing a culture of respecting child rights. അതായത് കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച്, അതിനെ റെസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ച് സ്കൂൾ അഡ്മിനിസ്ട്രേഷന് എന്ത് റോളാണ്, അതായത് കൾച്ചർ ഓഫ് റെസ്പെക്ടിങ് ചൈൽഡ് റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. അതിന് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ത് റോളാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്കൂൾ അഡ്മിനിസ്ട്രേഷന് വളരെ ഒരു കീ റോൾ തന്നെ ഇതിന് പ്ലേ ചെയ്യാനായിട്ടുണ്ട് ഇൻ പ്രൊമോട്ടിങ് എ കൾച്ചർ ദാറ്റ് റെസ്പെക്ട്സ് ചൈൽഡ് റൈറ്റ്സ്. ഇതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണെങ്കിൽ സേഫ്, ഇൻക്ലൂസീവ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുക ഫോർ ഓൾ സ്റ്റുഡൻസ്. അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക, എൻഷുർ ചെയ്യാം. അടുത്തതായിട്ട് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് റൂൾസ് ആൻഡ് പോളിസീസ്. അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അത് എന്തിന് അഗെയിൻസ്റ്റ് ആയിരിക്കണം എന്ന് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ്, അബ്യൂസ് ആൻഡ് ഹരാസ്മെന്റ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം ചൈൽഡ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട് among സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ്. പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് എഡ്യൂക്കേഷൻ ആണെങ്കിലും പാർട്ടിസിപ്പേഷനിലാണെങ്കിലും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും. 10th question, what initiatives can schools undertake to address gender-based violence and harassment within the school environment? ഒരു സ്കൂളിന്റെ എൻവയോൺമെന്റിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വയലൻസോ ഹറാസ്മെന്റോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ്, എന്തൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒരു സ്കൂളിന് എടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ സ്കൂൾ എടുക്കാൻ പറ്റുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാം ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചും റെസ്പെക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും. പിന്നെ സ്ട്രിക്റ്റ് റൂൾസും കംപ്ലൈന്റ് മെക്കാനിസംസും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കൗൺസിലിംഗ് ആൻഡ് സപ്പോർട്ട് സർവീസസ് കൊടുക്കാം അഫക്റ്റഡ് സ്റ്റുഡൻസിന്. പിന്നെ ഒരു കൾച്ചർ ഓഫ് റെസ്പെക്ട്, ഇൻക്ലൂഷൻ ആൻഡ് സീറോ ടോളറൻസ്, അതായത് യാതൊരു വിധത്തിലുള്ള ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ നമ്മൾ ആ വയലൻസ് ആൻഡ് ഹരാസ്മെന്റ് തുടങ്ങിയ കംപ്ലൈൻസിനെ പരിഗണിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി പാർട്ട് സി, ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഒരു 6 or 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് നോക്കി പഠിക്കാം. 11th question ആണ് 4 marks. Suggest practices that demonstrate gender sensitivity in educational institutions. അപ്പം നേരത്തെ തന്നെ നമ്മൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എൻവയോൺമെന്റ് സ്കൂൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. ജെൻഡർ സെൻസിറ്റിവിറ്റിയെ എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിനുള്ള പ്രാക്ടീസസിനെ കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത്. ആദ്യം ജെൻഡർ സെൻസിറ്റിവിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അവിടെ ഇക്വാലിറ്റി, റെസ്പെക്ട്, ഇൻക്ലൂഷൻ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഫോർ ഓൾ ജെൻഡേഴ്സ്. അപ്പോൾ സ്കൂൾസിന് വളരെ ഒരു ക്രൂഷ്യൽ റോൾ തന്നെ പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അതായത് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അതുപോലെ തന്നെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതിലൂടെ ഒരു ഫെയർ ആൻഡ് ജസ്റ്റ് സൊസൈറ്റി, അതായത് നീതിപൂർവമായിട്ടുള്ള ഒരു സമൂഹം ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രാക്ടീസസിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ അതിൽ ഒരു 1 ഇമ്പോർട്ടൻറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്
ആദ്യത്തേത് തന്നെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കരിക്കുലം. അതിൽ മെൻ ആൻഡ് വുമണെ ഈക്വലി റെപ്രസെന്റ് ചെയ്യുകയും ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ അവോയ്ഡ് ചെയ്യുകയും വേണം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്സ് ആണെങ്കിലും ടീച്ചിങ് മെറ്റീരിയൽസ് ആണെങ്കിലും എന്ത് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കണം? സ്ത്രീകളുടെ പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ, ഡിഫറെന്റ് ഫീൽഡ്സിലുള്ള കോൺട്രിബ്യൂഷൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പൊ അത് കുട്ടികളെ എന്തിനു വേണ്ടി എൻകറേജ് ചെയ്യും? ജെൻഡർ ഇക്വാലിറ്റിയെ മാനിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യും. അതുപോലെ തന്നെ ടീച്ചേഴ്സും ജെൻഡർ ന്യൂട്രൽ ലാംഗ്വേജും അതുപോലെ തന്നെ ബയസ്ഡ് എക്സാമ്പിൾസ് ഒക്കെ ക്ലാസ് റൂമിൽ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് കേരള സ്റ്റേറ്റിന്റെ സിലബസിലാണെങ്കിലും ഇത്തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഇമേജസും പിക്ചേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ അത് ആ ഇൻക്ലൂസീവ് കരിക്കുലത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കീ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എല്ലാ സ്റ്റുഡൻസിനെയും നമ്മൾ എന്തിനെ എൻകറേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അക്കാദമിക്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ലീഡർഷിപ്പ് റോൾസിലാണെങ്കിലും അത് ഏതെങ്കിലും ജെൻഡർ സ്പെസിഫിക് ആയിട്ട് ചെയ്യാതെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവരെയും എൻകറേജ് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇനി അസൈനിങ് ടാസ്ക് വിത്തൗട്ട് കൺസിഡറിങ്, ജെൻഡർ നോക്കാതെ വേണം നമ്മൾ ഓരോ ടാസ്കുകളും കുട്ടികൾക്ക് കൊടുക്കാൻ. അത് ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസും മ്യൂച്വൽ റെസ്പെക്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അടുത്തത് പറയുന്നത് ഒരു സേഫ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ സ്കൂൾസിൽ സ്ട്രിക്റ്റ് പോളിസീസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ ബേസ്ഡ് വയലൻസോ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ബുള്ളിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ സ്ട്രിക്റ്റ് പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. പിന്നെ കംപ്ലൈന്റ് മെക്കാനിസംസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം, കൗൺസിലിംഗ് സർവീസസ് കൊടുക്കാം, അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കാം. അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റിൽ കുട്ടികൾ കുറച്ചും കൂടെ സെക്യൂർ ആൻഡ് റെസ്പെക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ടീച്ചർ ട്രെയിനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ എഡ്യൂക്കേറ്റേഴ്സ് എന്തായിരിക്കണം? ദേ ഷുഡ് ബി ട്രെയിൻ ടു റെക്കഗ്നൈസ്, അതായത് ഇത്തരത്തിലുള്ള ജെൻഡർ ബയസിനെ റെക്കഗ്നൈസ് ചെയ്യാനും അഡ്രസ് ചെയ്യാനും അവരുടെ ടീച്ചിങ് മെത്തേഡ്സിലാണെങ്കിലും ഇൻട്രാക്ഷൻസിലാണെങ്കിലും ഇത്തരത്തിലുള്ള ജെൻഡർ ബയസുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് അവർക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അവർ എൻകറേജ് ചെയ്യണം, ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസിനെ അവർ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇക്വാലിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇനി സ്കൂൾസ് മറ്റൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ സാനിറ്ററി ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊമോട്ട് ചെയ്യണം. അത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ഗേൾസിനാണ്. അപ്പോൾ ഈ സാനിറ്ററി ഫെസിലിറ്റീസ് എല്ലാം ഇല്ലാത്തതുകൊണ്ട് പല കുട്ടികളും ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അവരുടെ അറ്റൻഡൻസും പാർട്ടിസിപ്പേഷനും ഉറപ്പാക്കാൻ വേണ്ടി അത്തരം സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക. പിന്നെ ഫെസിലിറ്റീസ് ലൈക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ്സ്, അതുപോലെ തന്നെ മെൻസ്ട്രൽ ഹൈജീൻ അവയർനെസ് ഒക്കെ ജെൻഡർ സെൻസിറ്റീവ് പ്രാക്ടീസസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പാരൻസിനെയും കമ്മ്യൂണിറ്റിയെയും ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുക, ജെൻഡർ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഈ എഫേർട്സിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവയർനെസ് പ്രോഗ്രാംസ്, വർക്ക്ഷോപ്പ്, ഇതെല്ലാം ഈ ട്രഡീഷണൽ മൈൻഡ് സെറ്റ്സിനെ ചേഞ്ച് ചെയ്യാനും കൂടുതലായിട്ട് ഗേൾസ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജെൻഡർ സെൻസിറ്റീവ് പ്രാക്ടീസസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഒരു ഫെയർനെസ്, ഡിഗ്നിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ തന്നെ കുട്ടികൾക്ക് റെസ്പോൺസിബിൾ, അതുപോലെ തന്നെ മുൻവിധികളോ മുൻധാരണകളോ ഇല്ലാത്ത കുട്ടികളായിട്ട് വളരാനായിട്ട് അവർക്ക് സാധിക്കും. റെസ്പോൺസിബിൾ ആൻഡ് അൺബയസ്ഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് പാട്രിയാർക്കി ഇൻഫ്ലുവൻസ് ആൻഡ് പെർപെച്വേറ്റിംഗ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ്? അതായത് പാട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിന് എത്രത്തോളം റോൾ ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവർ ഈ ജെൻഡർ ഇൻഇക്വാലിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പാട്രിയാർക്കി എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ പാട്രിയാർക്കി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സോഷ്യൽ സിസ്റ്റമാണ്. ഇവിടെ പറയുന്നത് എന്താണ്? മെൻ ഹോൾഡ് പവർ ആൻഡ് ഡോമിനൻസ്. ഇവിടെ അധികാരവും അതുപോലെ തന്നെ ഡോമിനൻസും ആർക്കാണ്? പുരുഷന്മാർക്കാണ് ഇൻ എ സൊസൈറ്റി, ലീഡിങ് ടു ദ സബോർഡിനേഷൻ ഓഫ് വുമൺ. അപ്പൊ പലപ്പോഴും സ്ത്രീകളെ അതൊരു എന്താ പറയുക, ഒരു സെക്കൻഡ് സിറ്റിസൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സെക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഇവരുടെ താഴെ നിൽക്കുന്ന ആളുകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മേജർ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ പെർപെച്വേറ്റിംഗ് ദ ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഇനി പാട്രിയാർക്കി എങ്ങനെയാണ് ഇൻഇക്വാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കിയാൽ അതിനൊരു ആദ്യത്തെ ഒരു പ്രധാന
വഴി എന്ന് പറയുന്നത് ഈസ് ത്രൂ കൺട്രോൾ ഓവർ റിസോഴ്സസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഏത് തരത്തിലുള്ള റിസോഴ്സുകളാണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും പാട്രിയാർക്കി അല്ലെങ്കിൽ മെൻ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. മെൻ ആർ ഓഫൺ ഗിവൺ അതോറിറ്റി ഇൻ ഫാമിലീസ് ആൻഡ് സൊസൈറ്റി. പലപ്പോഴും ഫാമിലീസിലും സൊസൈറ്റീസിലും ഒക്കെ അവർക്കാണ് അതിനുള്ള ഒരു അതോറിറ്റി കൊടുക്കുന്നത്. വുമണിന് എന്തില്ല, വളരെ ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആണ്, എംപ്ലോയ്മെന്റ് ആണ് ആൻഡ് പ്രോപ്പർട്ടി ആണ്. ഇത് ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ പവറിന്റെ കാര്യത്തിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, പാട്രിയാർക്കി ട്രഡീഷണൽ ജെൻഡർ റോൾസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് വുമൺ ഷുഡ് ഓൺലി ഫോക്കസ് ഓൺ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് മാത്രം ചെയ്താൽ മതി, വീട്ടിലെ കാര്യങ്ങൾ ചെയ്താൽ മതി. വൈൽ മെൻ ആർ സീൻ ആസ് ദ ബ്രെഡ് വിന്നേഴ്സ്. അതായത് ബ്രെഡ് വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തു പോയി പണിയെടുത്ത് വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പുരുഷന്മാർ ചെയ്തോളും, സ്ത്രീകൾ വീടിനുള്ളിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ. ഇത്തരത്തിലുള്ള റോൾസ് പലപ്പോഴും സ്ത്രീകളുടെ ഓപ്പർച്യൂണിറ്റീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും അത് എന്ത് ബിലീഫിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ലെസ് കാപ്പബിൾ ആണ്, നമുക്ക് ഈ പബ്ലിക് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്പിയറിൽ വലിയൊരു കാര്യമില്ല, നമുക്കത്ര കപ്പാസിറ്റി ഇല്ല, നമ്മൾ അത്ര ഏബിൾ അല്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് സ്ത്രീകളിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഫോർ മെയിൽ ചിൽഡ്രൻ ആണ്. അതായത് പലപ്പോഴും നമുക്കറിയാലോ, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ഒക്കെ വളരെ കൂടുതലാണ്, പെൺ ഭ്രൂണഹത്യ എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും പെൺകുട്ടികളെ കൊല്ലുന്നത് ഉണ്ട്, അതുപോലെ തന്നെ പലപ്പോഴും പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ ഹെൽത്തിനെയൊക്കെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും ഇന്നത്തെ സമൂഹത്തിൽ ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ ഒരു വീഡിയോയിൽ ഒരു മദർ is saying that she is not willing to feed her baby. അവരുടെ സ്വന്തം കുഞ്ഞിനെ അവർ ഫീഡ് ചെയ്യാനായിട്ട് റെഡിയല്ല, കാരണം അതൊരു പെൺകുഞ്ഞാണ് എന്നുള്ളൊരു കാരണത്തിലാണ്. അപ്പോൾ പല സൊസൈറ്റീസിലും ഇപ്പോഴും ബോയ്സ് ആർ ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. അത് എന്തിനെ ഇതാക്കുന്നു പറഞ്ഞാൽ ഗേൾസിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ, അതായത് ഒരു അൺഈക്വൽ ആക്സസ് ആണ് അവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇനി പാട്രിയാർക്കൽ നോംസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസും ഡിസ്ക്രിമിനേഷനും വരുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് ഹറാസ്മെന്റ്, ഡൊമസ്റ്റിക് വയലൻസ്, ലിമിറ്റഡ് ഫ്രീഡം ഒക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു തരത്തിലൊരു സ്ത്രീ ഇതിനെയൊക്കെ തരണം ചെയ്തൊരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ പോലും ചിലപ്പോൾ പലതരത്തിലുള്ള ഹറാസ്മെന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനിയിപ്പോൾ മാരിഡ് ആണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസും ലിമിറ്റഡ് ഫ്രീഡം ഒക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഇത്തരം പ്രാക്ടീസുകളെല്ലാം തന്നെ മെയിൽ ഡോമിനൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് അവരുടെ റൈറ്റ്സ് അസേർട്ട് ചെയ്യുന്നതിൽ നിന്ന് ഡിസ്കറേജ്, അവരെ പിൻവാങ്ങാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷനിൽ നോക്കുകയാണെങ്കിൽ പാട്രിയാർക്കി സബ്ജക്ട്സ്, കരിയേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്നെ പെൺകുട്ടികളെ സയൻസ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോൾസിനൊന്നും അത്ര എൻകറേജ് ചെയ്യുന്നില്ല. അപ്പൊ അതും ആ ജെൻഡർ ഗ്യാപ്പിനെ വളരെയധികം കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാം. പാട്രിയാർക്കി എന്ന് പറയുന്നത് ഈ കൾച്ചറൽ ബിലീഫ്സിലും ട്രഡീഷൻസിലും ഒക്കെ ഡീപ്ലി റൂട്ടഡ് ആയിട്ടാണ്. അപ്പൊ ഇതിനെ ചലഞ്ച് ചെയ്യുക, ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ബിലീഫ്സ് ഇവർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദേ ആർ പാസിങ് ദിസ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ഇത് പാസ് ചെയ്യണം. അപ്പൊ ഈ സൈക്കിൾ ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാട്രിയാർക്കി ഡെഫിനറ്റ്ലി ജെൻഡർ ഇൻഇക്വാലിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള പവർ റിലേഷൻസ്, ലിമിറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വുമൺ ആൻഡ് റീഇൻഫോഴ്സിങ് ഡിസ്ക്രിമിനേറ്ററി, വേർതിരിവ് കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രാക്ടീസസിലൂടെ ആൻഡ് മേക്കിംഗ് ഇറ്റ് എസെൻഷ്യൽ ടു ചാലഞ്ച് ആൻഡ് ട്രാൻസ്ഫോം സച്ച് സിസ്റ്റംസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനെ ട്രാൻസ്ഫോം ചെയ്യുക, ചാലഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ, പ്രൊപ്പോസ് സം സ്ട്രാറ്റജീസ് ഫോർ ബ്രേക്കിംഗ് ഡൗൺ ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. അപ്പോൾ ബ്രേക്കിംഗ് ഡൗൺ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ്. കാരണം വി ഹാവ് ടു ക്രിയേറ്റ് എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി ആൻഡ് ഫെയർനെസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റീരിയോടൈപ്സ് ഇൻഡിവിജ്വലിന്റെ പൊട്ടൻഷ്യലിനെ ലിമിറ്റ് ചെയ്യുകയും അവർ ഡിസ്ക്രിമിനേഷനെ റീഇൻഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് വേണം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജെൻഡർ സെൻസിറ്റീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാം. സ്കൂൾസിൽ ലെസൺസ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീരിയോടൈപ്സിനെ ചലഞ്ച് ചെയ്യുകയും കുട്ടികളെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയും വേണം, എസ്പെഷ്യലി അബൌട്ട് ജെൻഡർ റോൾസ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യം ബയസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് അവോയ്ഡ് ചെയ്യുക, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ഓൾ ആക്ടിവിറ്റീസ്. മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആൻഡ് ബാലൻസ്ഡ് റെപ്രസെൻറ്റേഷൻ ആണ്. അത് മീഡിയയിലും വേണം, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്സിലും വേണം. അപ്പോൾ മെൻ ആൻഡ് വുമണിനെ പിക്ചറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പല റോൾസ് ചെയ്യുന്ന പോലെ
പിക്ചറൈസ് ചെയ്യിക്കുകയും അവർ പലപ്പോഴും അത് എങ്ങനെയുള്ളതായിരിക്കണം, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പെർസെപ്ഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ ചേഞ്ച് ചെയ്യുന്ന തരത്തിലായിരിക്കണം. ഇപ്പോൾ വുമണിനെ ലീഡേഴ്സ് ആയിട്ടും മെന്നിനെ കെയർ ഗീവേഴ്സും ഒക്കെ ആയിട്ട് പോർട്രേ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്റ്റീരിയോടിപ്പിക്കൽ തിങ്കിങ്ങിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനെ എൻകറേജ് ചെയ്യുക ഇൻ ഓൾ ഫീൽഡ്സ്. ഗേൾസിനെ എല്ലാ മേഖലകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക. സയൻസ്, ടെക്നോളജി, സ്പോർട്സ്. അതുപോലെ തന്നെ ബോയ്സിനെ ആർട്സ് ആൻഡ് കെയർ ഗിവിംഗ് റോൾസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടും എൻകറേജ് ചെയ്യുക. അങ്ങനെ കുട്ടികൾക്ക് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, വിത്തൗട്ട് ഗിവിംഗ് മച്ച് ഫോക്കസ് ടു ദെയർ ജെൻഡർ, വിത്തൗട്ട് എനി ലിമിറ്റേഷൻസ്, അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. ഫാമിലിയും കമ്മ്യൂണിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പാരൻസ് ഈ സ്റ്റീരിയോ ടൈപ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് വീടുകളിലാണെങ്കിലും നിർത്തേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും കുട്ടികളെ അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അവരുടെ ജെൻഡറിനെ ഒരിക്കലും അത് ബാധിക്കുന്ന ഒരു ഘടകമാണ് അത്, റിഗാർഡ്ലെസ് ഓഫ് ദ ജെൻഡർ. കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാംസും ഇത്തരത്തിലുള്ള ചിന്തകളെ മാറ്റാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പോളിസീസും ലോസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. ദാറ്റ് ഷുഡ് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി, പ്രൊമോട്ട് ചെയ്യണം, ഡിസ്ക്രിമിനേഷനെ പ്രിവെന്റ് ചെയ്യണം. സ്കൂൾസും വർക്ക് പ്ലേസും എന്ന് പറയുന്നത് ക്ലിയർ റൂൾസ് തന്നെ വേണം, എഗെയിൻസ്റ്റ് ബയസ്. അതുപോലെ തന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്തും പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഇത്തരത്തിലുള്ള റോൾ മോഡൽസ് പ്രൊമോട്ട് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ സക്സസ്ഫുൾ ഇൻഡിവിജ്വൽസ്, ഈ ജെൻഡർ ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ഇൻഡിവിജ്വൽസിന്റെ ലൈഫ് സ്റ്റോറീസും മറ്റും കാണിക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സിനെ ചലഞ്ച് ചെയ്യാനും അവരുടേതായ ഗോൾസ് പെർസ്യൂ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഫൈനലി ഓപ്പൺ ഡിസ്കഷൻസും അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരിക. ഇത് കുട്ടികളെ എത്രത്തോളം ഈ സ്റ്റീരിയോ ടൈപ്സിന്റെ ഇമ്പാക്റ്റ് ഒക്കെ എത്രത്തോളം ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ആ ഒരു ഡൈവേഴ്സിറ്റിയെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ ബ്രേക്ക് ചെയ്യുന്നതിന് ഒരു കമ്പൈൻഡ് എഫേർട്ട് തന്നെ വേണം. അതൊരു പേഴ്സണെ കൊണ്ടോ ഒരു ഫാമിലിയെ കൊണ്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടോ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതിൽ എഡ്യൂക്കേഷൻ, ഫാമിലി, സൊസൈറ്റി ആൻഡ് പോളിസി മേക്കിംഗ്, ഇവരുടെ എല്ലാം ഒരു കമ്പൈൻഡ് എഫേർട്ട് വേണം. എങ്കിൽ മാത്രമാണ് ഒരു ഇൻക്ലൂസീവ് ആൻഡ് ഈക്വൽ വേൾഡ് ആയിട്ട് ഇത് മാറുള്ളൂ. ഓക്കെ, സോ വീഡിയോന്റെ പാർട്ട് 1 എൻഡ് ചെയ്യുക. പാർട്ട് 2 ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.